ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് കന്യാകുമാരിയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു, അതായത് ഒരു 6 മണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റ് റെഡിയായി. അതായത് ഈ 3 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത് എന്നായിരുന്നു. കുറേ സ്ഥലത്ത് പോകണം, തിരിച്ച് ഈവനിങ് വരണം, ഈവനിങ് വന്നിട്ട് തിരിച്ച് ഞങ്ങൾക്ക് ട്രിവാൻഡ്രം വരണം. അപ്പം ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട ഈ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. അതായത് കഴിഞ്ഞ ദിവസം മിസ്സായ ബോട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം എന്തായാലും പിടിക്കണം. അതും രാവിലെ പിടിക്കുക. അതായത് കുറേ കഴിയുമ്പോഴത്തേക്കും, ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലാവും. ഉച്ച കഴിയേണ്ട ഏകദേശം ഒരു 9:30 കഴിയുമ്പോഴേക്കും നല്ല വെയിലാവും. സോ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. 6 മണിയായപ്പോഴത്തേക്ക് ഏകദേശം റെഡി ആയായിരുന്നു. 7 മണിയായപ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റി കേട്ടോ. 7 മണിക്കാണ് അവിടെ 7:15 തോന്നുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഫസ്റ്റ് ബോട്ടിൽ ഞങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ബോട്ടിൽ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തലേ ദിവസത്തെ പോലെ തന്നെ ഒരു ഓട്ടോയൊക്കെ പിടിച്ചു ഞങ്ങൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ വന്നു. കഴിഞ്ഞ ദിവസം ആ ബസ് മിസ്സായതുകൊണ്ട് ഏത് ബസ്സാണ് എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു ഏകദേശം ഐഡിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഏത് സൈഡിൽ നിൽക്കണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് 8 മണിക്കാന്ന് തോന്നുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 8:30 എങ്ങാണ്ടാന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും 1.5 മണിക്കൂർ എടുക്കും. ഞാൻ പറഞ്ഞ പോലെ ഈ നാഗർകോവിലിന് ഈ ഒരു കന്യാകുമാരിയിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് 1.5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നിറയെ ക്യൂ ആണ് കേട്ടോ. ഭയങ്കര ക്യൂ ആയിരുന്നു. അതായത് 6 മണി തൊട്ടൊക്കെ വന്ന് നിൽക്കുന്നവരുണ്ടായിരുന്നു. അപ്പം നമുക്ക് 2 ക്യൂ ആണ്. ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ട്, ഒരു നോർമലുണ്ട്. നോർമലിന് 75 പെർ പേഴ്സണും മറ്റേ സ്പെഷ്യൽ എൻട്രിക്ക് 300 പെർ പേഴ്സണുമാണ്. അപ്പം ആക്ച്വലി ഞങ്ങൾക്ക് നോർമൽ എടുത്താൽ മതിയായിരുന്നു, 75 എടുത്താൽ മതിയായിരുന്നു. ബട്ട് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഇത്രയും ദിവസത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ട ഈ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 300 റുപ്പീസ് കൊടുത്തിട്ട് കയറി. ഫസ്റ്റ് ബോട്ടിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടണമായിരുന്നു. സോ ഫസ്റ്റ് ബോട്ടിൽ തന്നെ കയറി. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ബോട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമല്ല, ബട്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ആ വിവേകാനന്ദ പാറയിലും കയറണം, പ്ലസ് തിരുവല്ലൂർ ആ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്തും തിരുവല്ലൂർ സ്റ്റാച്യുവിലും പോകണമെന്നാണ്. ബട്ട് ആക്ച്വലി ഈ തിരുവല്ലൂർ സ്റ്റാച്യുവിൽ പണി നടക്കുകയാണ്. ഏകദേശം 1.5 ഇയേഴ്സ് കൊണ്ട് അവിടെ പണി നടക്കുകയാണ്. സോ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങോട്ടുള്ള ആക്സസ് നമുക്കില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഒരു 11 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണമെന്നാണ്. ബട്ട് ഒരുപാട് നേരത്തെ തന്നെ 10 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റി കേട്ടോ. അങ്ങനെ ഇവിടുന്നൊരു 3-4 മിനിറ്റേ ഉള്ളൂ ഈ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് അവിടെ പോകാനായിട്ട്, ആ സ്റ്റാച്യുവിൻ്റെ അടുത്ത് പോകാനായിട്ട് 3-4 മിനിറ്റേ ഉള്ളൂ. സേഫ് ജാക്കറ്റൊക്കെ ഇടണമെന്ന് ചോദിച്ചാൽ ഞങ്ങളെന്തായാലും ഇട്ടു. സേഫ് ജാക്കറ്റൊന്നും പലരും ഇടാറില്ല. പക്ഷെ ആ ബോട്ട് ഫുള്ള് ആളായിരുന്നു കേട്ടോ. ഭയങ്കര മീൻസ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വേക്കൻ്റായിട്ട് ഒരു സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു 2-3 മിനിറ്റിന് ശേഷം ഞങ്ങൾ വിവേകാനന്ദ മഠത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഈ ബോട്ട് അടുപ്പിച്ചിട്ട് കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്യും, ആ ബോട്ടൊന്ന് സ്റ്റേബിൾ സ്റ്റേജിലോട്ടെത്താൻ. എന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരെ ഇറക്കുക. നിറയെ ഞാൻ പറഞ്ഞില്ലേ, ആ ബോട്ട് നിറയെ ആളായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ 2 കൗണ്ടേഴ്സാണ് ഉള്ളത്. ആദ്യത്തെ കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണെന്ന് തോന്നും, 10 രൂപ വെച്ചിട്ട് ഉള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം. രണ്ടാമത്തെ കൗണ്ടറിൽ നമ്മൾ ചപ്പലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട. നമ്മളൊരു നമ്പരോ എന്തെങ്കിലും നമ്മൾ ചപ്പൽ ഒരു ബാഗിലിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഒരു നമ്പർ തരും. തിരിച്ച് വന്നിട്ട് ഈ നമ്പർ കാണിച്ചാൽ മതി, അവരിങ്ങനെ തരും കേട്ടോ. പിന്നെ അത് വിവേകാനന്ദ മഠം ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ നല്ല രസമായിരുന്നു കേട്ടോ. അത് ആ ഒരു മോർണിംഗിൽ നല്ല രസമായിരുന്നു. അതായത് വെയിലും ഒന്നുമില്ലല്ലോ, നല്ലൊരു തണുത്ത കാറ്റുണ്ട്. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു തലേന്ന്. സോ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ തന്നെ ക്ലൈമറ്റായിരുന്നു. ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് വന്നുള്ള അവസ്ഥ ആലോചിച്ച് ഭയങ്കര ചൂടായിരിക്കും. ചെരുപ്പും ഇല്ല, കാല് തറയെ തൊടാൻ പറ്റത്തൂടിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ചെരുപ്പ് വെക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് നമ്മൾ ചെരുപ്പൊക്കെ വെച്ചിട്ട് മുകളിലോട്ടും കയറുകയാണ്. അപ്പം മുകളിലോട്ട് കയറുമ്പോൾ
ആക്ച്വലി നമുക്ക് ഒരു 2 ഭാഗമായിട്ട് കാണും. ഇത് വിവേകാനന്ദ മഠം എന്നുള്ളൊരു സ്ഥലവും പിന്നെ വേറൊരു ടെമ്പിളും ഉണ്ട്. അവിടെ ഒരു ദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. അപ്പം ഈ 2 സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. ഈ ടെമ്പിളിലേക്കും പിന്നെ മറ്റേ മഠത്തിലേക്കും നമുക്ക് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഹൈലി റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഇതിന് താഴെ വേറൊരു ടെമ്പിളും കൂടെ ഉണ്ട്. ആ ടെമ്പിളിലാണ് നമ്മൾ മെഡിറ്റേഷൻ സെൻ്റർ ആയിട്ടുള്ളത്. മെഡിറ്റേഷൻ സെൻ്റർ ഉള്ളത് ആ ഒരു ടെമ്പിളിലാണ്. അടിപൊളിയാണ് കേട്ടോ. അവിടെ വന്ന് നമ്മളൊരു സീരിയസ്ലി ഒരു 5 ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയാവുന്നവരൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നല്ല സൈലൻ്റായിട്ട് ഭയങ്കര പീസാണ്, ഭയങ്കര സൈലൻ്റായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരാൾ പോലും അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ ഫോൺ എടുക്കുക ആരും ചെയ്യില്ല. ബട്ട് അവരുടെ നമ്മളെ റിസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടൊന്നും ആരും ഇല്ല. ബട്ട് സ്റ്റിൽ ആളുകൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി അറിയാവുന്നതുകൊണ്ടായിരിക്കും. നല്ലൊരു സ്ഥലമാണ്. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് മണ്ഡപം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൈഡിൽ ആ ഒരു സൈഡ് കണ്ടോ, അവിടെ വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. മറ്റേ സൈഡിൽ ഫുള്ള് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്ചു പോലൊരു സംഭവം കാണാം. പിന്നെ കുറേ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. നല്ല സ്മെല്ലുള്ള സ്ഥലമാണ്, അതും പീസായിട്ടുള്ളൊരു സ്ഥലമാണ്. വേറെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു പാത്ത് ഉണ്ടല്ലോ, ഈ ഒരു പാത്ത് നമ്മൾ ഫോളോ ചെയ്ത് ഈ ഒരു പാത്ത് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ പറഞ്ഞ ആ മെഡിറ്റേഷൻ സെൻറ്റർ. അവിടെയും ഇതാണ് ആ സ്ഥലം കേട്ടോ. നമുക്ക് അവിടെ ക്യാമറയൊക്കെ ഹൈലി പ്രൊഹിബിറ്റഡ് ആണ്. നമുക്ക് അങ്ങോട്ട് ക്യാമറയൊന്നും കൊണ്ടുപോകാനേ പറ്റില്ല, ക്യാമറ ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഒരാളുണ്ട്, ആൾ പക്ഷേ നമ്മളെ നോക്കില്ല, ബട്ട് സ്റ്റിൽ നമ്മളങ്ങനെ കൊണ്ടുപോകാറില്ല. ഈ ഒരു മണ്ഡപത്തിന് താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ആണ്. അങ്ങനെ അവിടെ കഴിഞ്ഞു. അതിന് ബാക്ക് സൈഡിൽ റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക. അവിടെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. റോക്കിൻ്റെ മുകളിലൊക്കെ നമുക്ക് നന്നായിട്ട് കയറിയിരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഞങ്ങളാരും അങ്ങനെ പോയില്ല, ജസ്റ്റ് അവിടെ കുറച്ച് നേരം നിന്നതേ ഉള്ളൂ. പിന്നെ അതിന് താഴെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് ആയിട്ടുണ്ട്. ക്ലീൻ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ബട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ടിഷ്യൂ, സാനിറ്റൈസർ അങ്ങനെയൊക്കെ അതുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അവർ തന്നെ അവിടെ സെപ്പറേറ്റ് ചപ്പൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ചപ്പലൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടാണല്ലോ വരുന്നത്, പക്ഷെ അത് അവർ തന്നെ അവിടെ കുറച്ച് ചപ്പൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം കേട്ടോ. ഈ അമ്പലത്തിലാണ് നമുക്ക് കയറാം. അവിടെ ഒരു ദേവിയാണ്. ഇതെല്ലാം കഴിഞ്ഞു. വേറെ ഒന്നുമില്ല. ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു കൂൾനെസ് അതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഫസ്റ്റ് റിട്ടേൺ ബോട്ടിൽ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഓൾമോസ്റ്റ് ഞങ്ങൾ വന്നവരെ എല്ലാവരും ആ ഒരു ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റേ സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ, അപ്പം നേരെ നമുക്ക് വന്ന സ്ഥലത്തോട്ട് തന്നെ പോവാം. അങ്ങനൊരു സംഭവം തന്നെയായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് അടുത്തത് പോകേണ്ടത് പാലസിലായിരുന്നു. ഏത് പാലസ്? നമ്മൾ മണിച്ചിത്ര താഴൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, പത്മനാഭപുരം പാലസ്, അവിടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. സോ അവിടെ നമുക്ക് 2 ബസ് കയറിയിട്ട് വേണം അങ്ങോട്ടത്തേക്ക് പോകാനായിട്ട്. അതായത് ആദ്യമേ കന്യാകുമാരിയിൽ നിന്ന് ഒരു ബസ് കയറി നാഗർകോവിലിൽ വരിക. നാഗർകോവിലിൽ നിന്ന് നെക്സ്റ്റ് ബസ് കയറിയിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പം പ്രീതിക്ക് ഏകദേശം ആൻറ്റി പറഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ അറിയായിരുന്നു. പിന്നെ ബസ് കുഴപ്പമില്ല കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ചോദിച്ചായാലും പോവാം. തമിഴാണെങ്കിലും
വലിയ പ്രശ്നമില്ല. അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാവാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ 2 നല്ല മലകളും നല്ല സ്ഥലമാണ് കേട്ടോ. അത് എന്ത് മലയുടെ പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ ചൂടെന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് തോന്നുന്നു. അത് ഞങ്ങൾ പോയ ദിവസത്തിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല, ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കയറിയ എല്ലാ ബസ്സിനകത്തും ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. നിൽക്കേണ്ടി വന്നതേ ഇല്ല. നിൽക്കുന്നെങ്കിൽ ഒരു മാക്സിമം 1-2 മിനിറ്റ്. ഇത് ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു സ്നാക്സ് വാങ്ങിച്ചേട്ടോ. എന്താ സാധനമെന്ന് അറിയില്ല, എനിക്കെന്തായാലും ഇഷ്ടമായില്ല. ഞാൻ 2 സിപ്പ് കുടിച്ചിട്ട് കളഞ്ഞു. എന്തോ ഒരു ജെല്ലി മാതിരിയുള്ള സാധനം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങളോട് പത്മനാഭപുരം പാലസിൽ വന്നു. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എത്ര രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 110 അത്രയും റുപ്പീസ് എങ്ങാണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പാലസ് ഏകദേശം കണ്ടു. എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്നറിയോ, ക്യാമറയ്ക്കും കൂടെ ഉള്ള പൈസ എടുക്കണമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ക്യാമറയ്ക്കുള്ള പൈസ എടുത്തില്ല. അപ്പം ക്യാമറ നമ്മൾ വീഡിയോ അങ്ങാനും അല്ലെങ്കിൽ ഫോട്ടോസോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പൈസ കൊടുക്കാണ്ടാണെങ്കിൽ അവർ പിടിച്ചിട്ട് ഫൈൻ തരും. അപ്പം ഞാനത് സത്യം പറഞ്ഞത് ആലോചിച്ചില്ല, ഞാനത് കണ്ടതുമില്ല. പിന്നീടാണ് അവിടെ ഒരാളെ പിടിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ക്യാമറ എടുക്കണമായിരുന്നു എന്ന് ആലോചിച്ചത്.
പിന്നെ കുഴപ്പമില്ല, സാധാ ഒരു പാലസ് തന്നെ. പിന്നെ അവിടെ മ്യൂസിയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. മ്യൂസിയമൊക്കെ അത്യാവശ്യം നല്ല വലുതായിരുന്നു. അതെൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ മുന്നേ കണ്ട സ്ഥലത്താണ് നമ്മളെ തോം 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 ശോഭന ഡാൻസ് കളിച്ച സ്ഥലം. അതിൻ്റെയൊക്കെ സിമെൻ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, സിമെൻ്റ് അല്ല, ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, അതായത് നമ്മളുടെ എഗ് യോക്കൊക്കെ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പ്രീതി പറഞ്ഞത്. പ്രീതി ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആളുകളുണ്ട്, ബട്ട് ഫുള്ളി അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും ആരുമില്ല. സെയിം തന്നെയായിരുന്നു മ്യൂസിയത്തിൻ്റെ അവസ്ഥ. അവൾ പണ്ട് വന്നപ്പം ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാനൊക്കെ ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞങ്ങളായിട്ട് തന്നെ ടൈം കണ്ടെത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതിൽ നിന്ന് വായിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ഓർമ്മയില്ല, ബട്ട് അപ്പോൾ എന്തോ വായിക്കാനുള്ളൊരു കൗതുകം അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വായിച്ചു. അതിനുശേഷം ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. ഞങ്ങൾ തൃപ്പരപ്പിലേക്ക് പോവുകയാണ്. ആക്ച്വലി തൃപ്പരപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഥലം തന്നെയാണ് കേട്ടോ. അതിൻ്റെ പാതി തമിഴ്നാട്, ബാക്കി കേരളം, അങ്ങനെ ഒരു സ്ഥലം ആണ് തൃപ്പരപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാവും കേട്ടോ. കാരണം നമ്മൾ അവിടുത്തെ ഒരു വീടിൻ്റെയൊക്കെ സ്ട്രക്ചറൊക്കെ നമുക്ക് നോക്കുമ്പം കേരള സ്റ്റൈൽ വീടുകൾ തന്നെയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുള്ള് ബസ്സിൽ തന്നെയായിരുന്നു കേട്ടോ യാത്ര. അതുകൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേറെ ബസ് കയറിയിട്ട് ഇവിടെ വരികയാണ് ചെയ്തത്. ഇവിടെ വന്ന് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഏകദേശം 2 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു. 2 കിലോമീറ്ററോളം നടന്നപ്പോഴാണ് ആക്ച്വലി ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയത്. ക്ഷീണിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ കരിഞ്ഞ് വാടി. എനിക്ക് കുറച്ച് തന്നെ എന്താ പറയുക, വെയിലടിക്കുമ്പോഴേക്കും ഞാൻ തളരും. ആ ഒരു രീതിയിലേക്ക് കരിഞ്ഞു വാടി. പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് എത്ര കിലോമീറ്റർ നടക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആൾ പറഞ്ഞത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ എങ്ങാണ്ടാണ്. എത്ര നടന്നിട്ടും സ്ഥലങ്ങളൊന്നും എത്തിയിട്ടില്ല. എനിക്കാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പോലെ, ഭയങ്കര ചൂടല്ല, ഈ ഒരു എന്താ പറയുക, കാറ്റും എല്ലാം കൂടെ കൊണ്ടിട്ട് എന്തോ പോലായി. അങ്ങനെ നടന്ന് എത്തിയപ്പോൾ ഞങ്ങൾക്ക് അതായത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അതൊക്കെ ഞങ്ങൾ കണ്ടപ്പം ഏകദേശം ഐഡിയ കിട്ടി. എത്താറായെന്ന് മനസ്സിലായിട്ട് സ്റ്റിൽ നമ്മൾ വീണ്ടും നടക്കേണ്ടി വന്നു കേട്ടോ. വീണ്ടും കുറേ ദൂരം നമ്മൾ നടക്കേണ്ടി വന്നു. പിന്നെ നമ്മളുടെ ബാഗിൽ അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. വെള്ളവും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതിയെ തൃപ്പരപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു ആനയൊക്കെ കണ്ടു. ആനയെ കാണുമ്പോൾ എന്താണെന്നറിയാം, എപ്പോഴും ഒരു സന്തോഷമാണ്. പേടിയാണ്, ബട്ട് സ്റ്റിൽ സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി തൃപ്പരപ്പിലെത്തി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലം, ഒറ്റയ്ക്ക് ഒരാൾ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തൊക്കെ മൊത്തം തൊളിയും അഴുക്കും ഒക്കെയാണ്. അപ്പം നമ്മൾ ഒരാളുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സ് പിടിച്ച് തരാനും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വേണം. പിന്നെ നല്ല വഴുക്കളുള്ള സ്ഥലമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി അടിച്ചവിടെ കിടക്കും. ഒരു സുഖം ഉണ്ടാകത്തില്ല, അത്രയ്ക്ക് നല്ല വഴുക്കളുള്ള സ്ഥലമാണ്. പിന്നെന്താ, പിന്നെ വൃത്തിയൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അതൊന്നും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ലഗേജ് എന്ന് പറഞ്ഞാൽ ബാഗിനകത്തുള്ള ലഗേജ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെയും ഇറങ്ങി. നല്ലൊരു ബോഡി മസാജ് കിട്ടിയൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 4:45 അവിടുന്ന് പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടാൻ കുറച്ചധികം താമസിച്ചു. ഇവിടെ മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ഡിലേ ആയത്. കുറച്ചധികം ഞങ്ങൾക്ക് ഡിലേ ആയി. ആക്ച്വലി ഞങ്ങളിതിപ്പോൾ സൺഡേയിൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ്. ഞങ്ങൾക്ക് അന്ന് പോകാൻ കൂടെ പറ്റിയില്ല. കാരണം അത്രയും ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് ബസ്സൊക്കെ കിട്ടിയിട്ട് പിന്നെ ഞങ്ങളൊരു ഓട്ടോയൊക്കെ പിടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗായ്സ്.